ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ. മനുഷ്യരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും കമാൽ പാഷ പറഞ്ഞു. ശുദ്ധവായു, ശുദ്ധജലം, നല്ല റോഡുകൾ, ഇഷ്ടപ്പെട്ട ആഹാരം, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച നിയമ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അവകാശം വല്ലവരും പറയും നമ്മൾ എന്ത് കഴിക്കണം എന്ന് വേറൊരുത്തം തീരുമാനിക്കും. ഈ ഭൂമി ജനിച്ചു വേണം നമുക്ക് ആഹാരം കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്, നമ്മളുള്ള സാധനം നമ്മൾ കഴിക്കും, നീ അത് ഇന്നരുത് എന്ന് പറയാൻ ഇവിടെ ഉള്ള ഒരുത്തൻ്റെ അവകാശം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? വേണ്ട, വൃത്തിയുടെ സാധനങ്ങൾ കഴിക്കണ്ട, അപകടകാരികളായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണ്ട. പക്ഷേ എനിക്ക് കഴിക്കണമെന്നുള്ള ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിലോ അത് റൈറ്റ് ലൈഫ് ഉണ്ടോ? അവിടെ ഇല്ല. ഇനി ഈ ആഹാരം പോലെ ഇമ്പോർട്ടൻ്റ് അല്ലേ ശ്വസിക്കാനുള്ള വായു നമ്മുടെ ആഹാരമാണ്. കാരണം വായു എന്നുള്ള ഓക്സിജൻ നമുക്ക് അകത്തോട്ട് എടുത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. റൈറ്റ് ലൈഫാണ്, ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പ്യുവറായിട്ടുള്ള വായു കിട്ടുന്നുണ്ടോ? ഇല്ല. കണ്ടാമിനേറ്റഡ് എയർ അല്ലാതെ നമുക്ക് പൊല്യൂട്ടഡ് എയർ അല്ലാതെ നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് റൈറ്റ് ടു ലൈഫ് എവിടെ ഉണ്ട്? അപ്പം ഞാൻ പറഞ്ഞത് ഈ മേഖലകളൊക്കെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന് ഇടപെടാവുന്ന മേഖലകൾ. കുറ്റകൃത്യങ്ങൾ നിയമങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും എല്ലാവരും നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും കമാൽ പാഷ പറഞ്ഞു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള മെമ്മന്റോകൾ ചടങ്ങിൽ കമാൽ പാഷ വിതരണം ചെയ്തു. മാടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ വിനുകുമാർ അധ്യക്ഷനായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കോട്ടയം ജില്ലാ രക്ഷാധികാരി രാജി ടീച്ചർ, ജില്ലാ പ്രസിഡന്റ് PJ ചാക്കോ, സെക്രട്ടറി എൽസമ്മ ജേക്കബ്, സംസ്ഥാന സമിതി അംഗം മിനി ടീച്ചർ, തോമസ് കെ മാറാട്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ കൊക്കണം പാടശേഖരത്തിലെ കർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി നെൽകർഷക സംരക്ഷണ സമിതി രംഗത്ത്. സബ്മേഴ്സിബിൾ പമ്പ് കേടായതിനെ തുടർന്ന് ഇവിടെ രണ്ടാം കൃഷി പ്രതിസന്ധിയിലായ വാർത്ത KCV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സമിതി ഭാരവാഹികൾ പാടശേഖരം സന്ദർശിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ചമ്പക്കുളം പഞ്ചായത്ത് 12ാം വാർഡിലെ 160 ഏക്കർ വരുന്ന കൊക്കണം പാടശേഖരത്തിൽ കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി സർക്കാർ സൗജന്യമായി നൽകിയ വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പ് തകരാറിലായതിനെ തുടർന്ന് രണ്ടാം കൃഷി പ്രതിസന്ധിയിലായ വാർത്ത KCV ന്യൂസ് കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു. കഴിഞ്ഞ പുഞ്ച സീസണിൽ പെട്ടിയും പറയും മാറ്റിയ ശേഷം പുതുതായി സ്ഥാപിച്ച പമ്പാണ് തകരാറിലായത്. സേലം ആസ്ഥാനമായ കമ്പനി 3 ദിവസത്തിനുള്ളിൽ തകരാർ പരിഹരിച്ചു നൽകാമെന്ന് പറഞ്ഞ് പമ്പ് കൊണ്ടുപോയിട്ട് മാസം 1 ആകുന്നു. ഇതോടെ ഭൂരിഭാഗം കർഷകരും വിതയ്ക്കാൻ തയ്യാറാക്കിയ വിത്തും പാഴായി. കർഷകരുടെ ദുരിതം സംബന്ധിച്ച വാർത്ത KCV ന്യൂസ് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ തിങ്കളാഴ്ച പാടശേഖരം സന്ദർശിച്ചത്. രണ്ടാം തവണയും വിത്ത് കെട്ടിയിട്ടും വിതയ്ക്കാനാവാത്ത സാഹചര്യമാണെന്നും വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നും സമിതി ഭാരവാഹികളായ PR സതീശൻ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, സോണിച്ചൻ പുളുങ്ങുന്ന എന്നിവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും വലിയ കുഴപ്പമില്ലാതെ ഇവർക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ രണ്ടാം കൃഷിയുടെ വിത ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മുതൽ ഈ പമ്പിന് റെഗുലർ ആയിട്ടുള്ള കംപ്ലൈന്റുകളാണ് വരുന്നത്. ഇത് നൽകിയിരിക്കുന്നത് സേലത്തുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിന്റനൻസിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അവരെ വിളിച്ചു വരുത്തി അവര് ഈ കഴിഞ്ഞ ആഴ്ച 3 ആഴ്ച മുമ്പ് ഇത് അഴിച്ചെടുത്തോണ്ട് പോയി. സബ്മേഴ്സിബിൾ പമ്പാണ്, വളരെയധികം ഭാരമുള്ള പമ്പാണ്. ഇത് JCB കൊണ്ടുവന്നാണ് ഇത് കയറ്റിക്കൊണ്ട് പോയത്. അവർ 3 ദിവസത്തിനകം അത് തിരിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 20 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് അതിന്റെ പമ്പ് തിരിച്ചുകൊണ്ട് തരുന്നത്. ഇതിന്റെ അകത്ത് 130 ഏക്കറോളം വരുന്ന പാടശേഖരമാണ്. പകുതി ആളുകൾ വിതച്ചു കഴിഞ്ഞു. 160 ഏക്കറാണ്. അപ്പൊ ബാക്കിയുള്ള പ്രദേശത്തെ വിത ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും വിത്ത് കെട്ടിയിട്ട് അവർക്ക് വിതയ്ക്കാൻ പറ്റാത്ത സാഹചര്യം. നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിന്റെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇതുപോലുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കാണിക്കണം. കർഷകരെ വിശ്വാസത്തിലെടുത്ത് ഇതുപോലുള്ള ചേഞ്ചുകൾ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് കർഷകർക്ക് പ്രയോജനപ്പെടണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ സൗജന്യമായി നൽകിയ പമ്പാണ് അടിക്കടി തകരാറിലാവുന്നത്. തകരാർ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പമ്പ് അഴിച്ചുകൊണ്ടുപോയവർ ഇപ്പോൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത സ്ഥിതിയുമാണ്. കർഷകരെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ സമയത്ത് ഉപകരിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കൂടി ശ്രദ്ധാപൂർവമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്.
കൊക്കണം പാടശേഖരത്തിലെ സാധാരണക്കാരായ 131 കർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥ തലത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ഓഗസ്റ്റ് 10 നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ NTBR സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ കറക്റ്റ് 1 മാസം മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ പന്തലിൻ്റെ ടെൻഷനും മറ്റു കാര്യങ്ങളും നടപടിയായി നമ്മൾ ആദ്യമായിട്ട് പന്തലിൻ്റെ കാൽനാട്ടർമാരുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഈ വർഷത്തെ ഇത് 26 വർഷം ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തിയിരിക്കുന്നു. നമ്മൾ അധ്യക്ഷനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യതകളുണ്ട്. ആലപ്പുഴയുടെ ഉത്സവമായ നെഹ്റു ട്രോഫി ഏറ്റവും ഭംഗിയായി നടത്താനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അത് നിറവേറ്റാമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷയായിരുന്നു. NTBR ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനറും ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ MC സജീവ് കുമാർ, SM ഇക്ബാൽ, ബേബി കുമാരൻ, ജോസ് കാവനാട്, AV മുരളി, ജോണി മുക്കം, ടോമിച്ചൻ ആന്റണി, ടോം ജോസ്, PK വിജയൻ, MV ഹൽത്താഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ ആര്യാട് പഞ്ചായത്ത് ഭരണസമിതിയിൽ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ കൂട്ടധർണ നടത്തി. ആര്യാട് കിഴക്ക്, പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ആര്യാട് പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയുടെ സെലക്ഷൻ ലിസ്റ്റിൽ സ്വജനപക്ഷപാതം കാട്ടി നിയമനം നടത്തിയിരിക്കുന്നു, RO പ്ലാന്റുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ശുദ്ധജല വിതരണം താറുമാറാക്കിയിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടധർണ നടത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പക്ഷപാതപരമല്ലാത്ത രീതിയിൽ നിങ്ങൾ നിർവഹിക്കുമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ഈ അംഗൻവാടി ജീവനക്കാരായ ഹെൽപ്പർമാരെയും ടീച്ചർമാരെയും നിയമിക്കുന്നതിന്റെ ഭാഗമായി ഒരു സമിതി രൂപീകരിക്കണം. അത് ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. അതിൽ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 7 അംഗങ്ങളുടെ ഒരു പ്രാതിനിധ്യം വേണ്ടേ? നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്യാതിരുന്നത് അതാണ്. അതിപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ശ്രീ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ആകെ വല്ലാത്ത വെപ്രാളത്തിലാണ് മോദി. അതുപോലെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ പരാന്നഭോജികളായ CPM ഭരണകൂടങ്ങൾ. ധർണാ യോഗത്തിൽ കോൺഗ്രസ് ആര്യാട് കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് ഔസഫ് കണ്ണമ്പള്ളി അധ്യക്ഷനായിരുന്നു. ആര്യാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രവീന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മാരാരിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് MS ചന്ദ്രബോസ്, ദീപു ജോസഫ്, AA ജോസഫ്, അജികുമാർ ചിറ്റേഴം, TR വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. മണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ സൗജന്യ സിദ്ധ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ശാന്തിഗിരി ആശ്രമം തമ്പകച്ചുവട് ബ്രാഞ്ചിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്, തമ്പകച്ചൂട് ശാന്തിഗിരി ആശ്രമം, ഗവൺമെൻറ് സിദ്ധ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ, നാഷണൽ ആയുഷ് മിഷൻ, സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നീ സ്ഥാപനങ്ങളും സംഘടനകളും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. പിന്നീട് അതിനെ മറന്നുപോകുന്ന നിലയിലേക്കാണ് എല്ലാ പകർച്ചവ്യാധികളും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പഴയകാലത്തെ രോഗങ്ങളാണ് അനുഭവിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. ശാന്തിഗിരി ആശ്രമം ഇൻചാർജ് സ്വാമി ജഗത് രൂപൻ ജ്ഞാനതപസ്വി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ S സംഘമിത്ര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, ഗ്രാമബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മികച്ച വിജയശതമാനം കൈവരിച്ച സ്കൂളുകളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരാനുമോദനം പരിപാടി സംഘടിപ്പിച്ചു. H സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്പേസ് മുൻപെല്ലാം ഒരുപക്ഷെ നാം സ്വീകരിച്ച നിലപാടിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള നിലപാട് പ്രാക്ടിക്കലായി സ്വീകരിക്കുന്നതായിട്ട് ഇതിപ്പോ യുക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്നത് നമുക്ക് നേരെ കാണാൻ വേണ്ടി ഒരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തെ കണക്ക് പറഞ്ഞാൽ അന്ന് അമരപ്പ മണ്ഡലത്തിലെ 11 കുട്ടികൾ യുക്രൈനിൽ മാത്രം MBBS പഠിക്കാൻ പോയിട്ടുണ്ട്. 11 പേർ. അതായത് ഈ അറ്റാക്ക് ഉണ്ടായ സ്ഥലത്ത് മാത്രം 11 പേരും ബംഗാളിൽ താമസിച്ച കുട്ടികളാണ്.
ആ 11 പേരിൽ മെജോറിറ്റി പെൺകുട്ടികളാണ്. ഈ 11 പേരുടെയും വീട്ടിൽ ഞാൻ പോയതാണ്. അത് ചില കുട്ടികളോട് ഇവർ ഉക്രൈനിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ കോളിൽ സംസാരിക്കാൻ പറ്റി. കുറച്ച് കുട്ടികളോട് അതിൽ 2 കുട്ടികൾക്ക് സ്വന്തമായി കടപ്പാടില്ലാത്ത കുടുംബമാണ്. സ്വന്തമായിട്ട് സ്ഥലമില്ല, വീടില്ല. പക്ഷെ അവർ യുക്രൈനിൽ MBBS പഠിക്കാൻ പഠിക്കും. 25 ലക്ഷം 30 ലക്ഷം ആ കുടുംബം വായ്പ എടുത്ത് ഈ കുട്ടികളെ MBBS പഠിക്കാനായിട്ട് ഒരുപാട് രാജ്യത്ത് ചൈന ഉൾപ്പെടെ പോകുന്നുണ്ട്, റഷ്യ പോകുന്നുണ്ട്. മികച്ച വിജയശതമാനം കൈവരിച്ച പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്കുള്ള അനുമോദനവും SSLC +2 ഉന്നത വിജയികൾക്കുള്ള സ്കോളർഷിപ്പുകളുമാണ് വിതരണം ചെയ്തത്. ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ S. അജയകുമാർ അധ്യക്ഷനായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, SD കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S. ലക്ഷ്മി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം H. സുബൈർ, സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സെബാസ്റ്റ്യൻ കാർഡോസ്, പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് AP ബൈജു ബാസ്റ്റിൻ, ലൈബ്രറി സെക്രട്ടറി KV രാകേഷ്, ജോയിന്റ് സെക്രട്ടറി KC അജിത്ത് എന്നിവർ സംസാരിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്തും പ്രത്യാശ ചങ്ങനാശ്ശേരിയും ഒരു കുഞ്ഞിന്റെ ജീവനു വേണ്ടി കൈകോർത്തപ്പോൾ പഞ്ചായത്തിൽ നിന്നും പിരിഞ്ഞു കിട്ടിയത് 20,16,000 രൂപ. 13-ാം വാർഡിൽ ചോതിരത്തിൽ ബിനീഷ് സൂര്യ ദമ്പതികളുടെ 3 വയസ്സുള്ള മകൻ ഹരിനാരായണന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയായിരുന്നു ധനസമാഹരണം. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയായിരുന്നു ധനസമാഹരണം. കാവാലം പഞ്ചായത്തിലെ 13 വാർഡുകളിലെയും സുമനസ്സുകളുടെ സഹകരണം കൊണ്ടാണ് വെറും 5 മണിക്കൂർ കൊണ്ട് 20 ലക്ഷത്തിലധികം രൂപ പിരിഞ്ഞു കിട്ടിയത്. കാവാലം കുന്നുമ്മ ജീവൻ രക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം എന്ന പേരിലായിരുന്നു ധനസമാഹരണം. ധനസമാഹരണത്തിന് ശേഷം കാവാലം NSS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ചങ്ങനാശ്ശേരി പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ രാഷ്ട്രീയമോ മതമോ സമുദായമോ ഒന്നും നോക്കാതെ ആദ്യം നമ്മൾ മനുഷ്യരാണ് എന്ന് കണ്ടുകൊണ്ട്, ഏതോ ഒരു സാഹിത്യകാരി പറഞ്ഞത് ഓർക്കുന്നു, പണ്ടിവിടെ ഒരു ക്രിസ്ത്യൻ സംഗമം നടന്നു, മാർപ്പാപ്പ വന്നപ്പോൾ. പിന്നീട് ഒരു മുസ്ലിം സംഗമം നടന്നു, ഇനി ഒരു ഹിന്ദു സംഗമം കൂടി നടക്കും. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, അതും നടന്നു കഴിഞ്ഞു. പക്ഷേ എന്ന് ഒരു മനുഷ്യ സംഗമം ഉണ്ടാകും. ഒരു വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. നാമൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിന്റെ പേരില്, മതത്തിന്റെ പേരില്, സമുദായത്തിന്റെ പേരില് വെവ്വേറെയൊക്കെ കൂടുന്നുണ്ട്. ആ കൂട്ടങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതാണ് കാവാലംകാർ പറയുന്നത്. അതൊന്നും ഇല്ലാതെ, രാഷ്ട്രീയമില്ലാതെ, മതമില്ലാതെ, സമുദായമില്ലാതെ നമുക്കിവിടെ പ്രവർത്തിക്കുവാനായി പറ്റില്ല. പക്ഷെ അതിന്റെ നന്മകളെല്ലാം ഒന്നിച്ചപ്പോൾ, യാതൊരു വിഭാഗീയതയും ഇല്ലാതെ എല്ലാ നന്മകളെയും ഒന്നിപ്പിച്ചപ്പോൾ കാവാലം അക്ഷരാർത്ഥത്തിൽ അത്ഭുതം കാട്ടിയെന്നാണ് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്. തുക കൈമാറുന്നതിനായി ചേർന്ന യോഗത്തിൽ ജീവൻ രക്ഷാ സമിതി ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് PJ ജോഷി അധ്യക്ഷനായിരുന്നു. സമിതി വൈസ് ചെയർപേഴ്സൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിനി ചന്ദ്രൻ, സമിതി വൈസ് ചെയർമാൻ PV രാമഭദ്രൻ, ജനറൽ കൺവീനർ MA ജോസഫ്, കൺവീനർ ബിജിൻ R ഭദ്രൻ, വാർഡ് മെമ്പർ സന്ധ്യ രാജപ്പൻ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന് നടക്കും. CPIM-ൽ നിന്നും CPI-യിലേക്ക് ചേക്കേറിയ R രാജേന്ദ്രകുമാർ മെമ്പർ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥിയായി 13-ാം വാർഡ് അമൃത ഭവനിൽ B സരിൻ കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പള്ളിക്കുട്ടുമ്മ തോണിക്കടവിൽ നിന്നും നിരവധി പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് സരിൻ കുമാർ വരണാധികാരി താലൂക്ക് സപ്ലൈ ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM നേതാക്കളായ G ഉണ്ണികൃഷ്ണൻ, CP ബ്രീവൻ, D സലീം കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK വേണുഗോപാൽ, NCP നേതാവ് ജിജോ തോമസ് നെല്ലുവേലി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാമങ്കരി 13-ാം വാർഡ് അമൃത ഭവനിൽ ബാലകൃഷ്ണന്റെയും വനജയുടെയും മകനായ സരിൻകുമാർ CPIM അംഗവും പൊതുപ്രവർത്തകനുമാണ്. 13-ാം വാർഡിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും LDF-ന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും സ്ഥാനാർത്ഥിയും LDF നേതാക്കളും പറഞ്ഞു. സ്വാഭാവികമായും ജനങ്ങളുടെ തീർത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറഞ്ഞു തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുള്ള വികസനപരമായ പിന്നോക്കാവസ്ഥ നേരിടുന്നതിനാവശ്യമായ എല്ലാ പരിഹാര പ്രശ്നങ്ങളും ഇതോടൊപ്പം കണ്ടെത്തുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വോട്ടിയോടിക്കുന്നത്. ഉണ്ടായിട്ടുള്ള പോരായ്മകൾ തുറന്നുകൊണ്ട് ഉള്ള ചെറിയ കാര്യങ്ങൾ
പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നിലപാടുകളും സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ജാതി മത വർഗ രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ ആദ്യ റൗണ്ടിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യത വോട്ടായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതനുസരിച്ച് വമ്പൻ ഭൂരിപക്ഷം നിലവിൽ കിട്ടിയിട്ടുള്ളതിൻ്റെ വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി 31-ാം തീയതി കൗണ്ടിംഗ് ദിനത്തിൽ വിജയിച്ചിരിക്കുന്നതിൽ യാതൊരു സംശയവും. കുട്ടനാട്ടിൽ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ പഞ്ചായത്താണ് രാമങ്കരി ഗ്രാമപഞ്ചായത്ത്. LDF ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന R. രാജേന്ദ്രകുമാറിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം CPIM അംഗങ്ങളുടെ പിന്തുണയോടെ പാസ്സായിരുന്നു. തുടർന്ന് 13-ാം വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന രാജേന്ദ്രകുമാർ മെമ്പർ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നിലവിൽ രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDFന്റെ കൈകളിലാണ്. കോൺഗ്രസ് അംഗം R. രാജുമോനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. രാമങ്കരി 13-ാം വാർഡടക്കം സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ജൂലൈ 30-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 11 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 12-ന് സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ 15-ആണ്. 31-ന് രാവിലെ 10-ന് വോട്ടെണ്ണൽ നടക്കും. വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും ലൈബ്രറി കൗൺസിലിന്റെ അമരക്കാരനായിരുന്ന IV ദാസിന്റെ അനുസ്മരണവും മങ്കൊമ്പ് YMBSC ഗ്രന്ഥശാലയിൽ ഞായറാഴ്ച നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഹരീന്ദ്രനാഥ് തായങ്കരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിയോടുകൂടി ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വലിയ നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നതിൽ പ്രാമുഖ്യമുള്ള ആ ഒരു വ്യക്തിത്വമായിരുന്നു ആര്? IV ദാസ്. പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ളൊരു മൂലധനം കണ്ടെത്തുന്നതിന് ആദ്യത്തെ ആ ഒരു സംഘടനാശേഷി കൊണ്ട് കൗൺസിൽ നിയോഗിച്ച ഈ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണനും IV ദാസും ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. സമ്മേളനത്തിൽ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ലിനു ജോസഫ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ആതിര M. കുമാർ, രവീന്ദ്രൻ നന്ദനം, ബാലവേദി സെക്രട്ടറി അനുശ്രീ MS. കുമാർ, ലൈബ്രറിയൻ പ്രിയദർശിനി വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് വെളിയനാട് സെന്റ് സേവിയേഴ്സ് യൂണിറ്റിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും കഴിഞ്ഞ ദിവസം നടന്നു. എവേക് 24 എന്ന പേരിലായിരുന്നു പരിപാടി. യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടി വാദിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നാമേ പണിവത് നാഗം നരകം അതുപോലെ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽക്കണമെങ്കിൽ സംഘശക്തി ആവശ്യമാണ്, സംഘശേഷി ആവശ്യമാണ്, ഒരുമിച്ചുള്ള നിലനിൽപ്പ് ആവശ്യമാണ്, കൂട്ടായ്മ ആവശ്യമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ കുട്ടനാടിന്റെ സമുദായ ബോധത്തെ ഉണർത്തുന്ന, ഐക്യത്തെ വളർത്തുന്ന, അവകാശ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ വെളിയനാട് സെന്റ് സേവിയർ AKCC യൂണിറ്റിനും അതിന്റെ പ്രവർത്തകർക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് AKCCയുടെ ഈ യൂണിറ്റ് പ്രോജ്വല പരിപാടിയായ എവേയ്ക്ക്, അതുപോലെ ഈ യൂണിറ്റിന്റെ ഈ ഭരണസമിതിയുടെ വർഷത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. യോഗത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് കുറിയന്നൂർ പറമ്പിൽ ആമുഖ സന്ദേശം നൽകി. അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ മുഖ്യ സന്ദേശവും അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴും വിഷയാവതരണ പ്രസംഗവും നടത്തി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഭാരവാഹികളായ ജോസ് ജോൺ വെങ്ങാന്തറ, രാജേഷ് ജോൺ നന്ദിക്കാട്, ജിനോ ജോസഫ് കളത്തിൽ, ടോമിച്ചൻ അയ്യരുകുളങ്ങര, ജോബ് കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദർശന പഠന ക്ലാസ് നടത്തി. യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ദർശനത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ പഠിതാക്കളും ഒക്കെ ഇങ്ങനെ ഏറി വരുന്ന സാഹചര്യമൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ ഏറ്റവും അനിവാര്യമായ ഒരു മണ്ണ് അതിന്റെ ഉടമകളായ നമ്മൾക്ക് അതിനുള്ള ഒരു സാധ്യത കിട്ടാതെ വന്നപ്പോൾ ആണ് നമ്മളിങ്ങനെയുള്ള ഒരു സ്വപ്നത്തെ കുറിച്ച് വന്നത്. ഏതായാലും ശ്രീനാരായണ ദർശന പഠന കേന്ദ്രത്തിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന മുഖ്യ ആചാര്യൻ എന്ന് പറയുന്നത് ബാലാജി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് കോട്ടയത്ത് പോയി ആ പഠന കേന്ദ്രത്തിൽ പോയി പഠിക്കണം എന്നുള്ള ഒരു താല്പര്യമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം താല്പര്യമാണ് ഈ ദർശന പഠന കേന്ദ്രത്തിലേക്ക് ഈ സമിതിക്ക് എന്റെ മനസ്സിലുമൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും കുട്ടനാട്ടിലെ സമാനം ഉണ്ടാകാനായ ഒട്ടനവധി ആളുകൾ ഉണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തമാണ്
ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ബഹുമാന്യ സദസ്സിൽ ശ്രീനാരായണ ഗുരുദേവ കൃതികളും ശ്രീനാരായണ ധർമ്മവും ദർശനവും SNDP യോഗ ചരിത്രവും ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത്. കോട്ടയം ഗുരുനാരായണ സേവാനികേതൻ ആചാര്യൻ KN ബാലാജിയുടെ ശിക്ഷണത്തിൽ പ്രഗത്ഭരായ ശ്രീനാരായണ ധർമ്മ പ്രചാരകരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ക്ലാസ്. ശ്രീനാരായണ പ്രാർത്ഥനാ മന്ദിരം ഹാളിൽ നടത്തിയ പരിപാടിയിൽ യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തികൾ അധ്യക്ഷനായിരുന്നു. ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റി TS രാജേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ AK ഗോപിദാസ്, TS പ്രദീപ് കുമാർ, MB പ്രമോദ്, കോർഡിനേറ്റർ KP സുബീഷ്, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി PR രതീഷ്, വനിതാ സംഘം സെക്രട്ടറി സജനി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃപിതൃവേദി ചങ്ങനാശ്ശേരി ഫാത്തിമ മാതാ ഫാത്തിമാപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. നാഷണൽ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് പള്ളി ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. അസോസിയേറ്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാംബ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകമായിട്ട് ഡോക്ടേഴ്സിനെ ആദരിക്കുന്നതിൽ പ്രത്യേകമായിട്ട് മാതൃപിതൃവേദി സംഘടനകളെ ഉദ്യമത്തെ അഭിനന്ദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 2 കൂട്ടരേ ഉള്ളൂ, രോഗികളും ബാക്കി നമ്മളെല്ലാം ബാക്കി ഇവരെല്ലാം ഡോക്ടർമാരുമാണ്. അതുകൊണ്ട് നമ്മൾ ഇവർ തമ്മിൽ എപ്പോഴും പരസ്പരം ബന്ധം പുലർത്തുന്നവരാണ്. ഡോക്ടർമാരില്ലാത്തൊരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം അനുദിനം രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈശോ പോലും തന്നെ ഒരു സൗഖ്യദായകനായ ഒരു വിശ്വഗുരനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടറായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ ശുശ്രൂഷ തന്നെയാണ്. ഈശോ തന്നെ രോഗസൗഖ്യങ്ങൾ നൽകുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. യൂണിറ്റ് പിതൃവേദി പ്രസിഡന്റ് ലാലി ഇളപ്പുങ്കൽ അധ്യക്ഷനായിരുന്നു. അതിരൂപത പിതൃവേദി സെക്രട്ടറി ജോഷി കൊല്ലാപുരം ആമുഖ സന്ദേശം നൽകി. വികാരി ഫാദർ സേവ്യർ പുത്തൻകളം, ഡോക്ടർ ജോ ആലഞ്ചേരി, ഡോക്ടർ ബിജു കല്ലറയ്ക്കൽ, ഡോക്ടർ ഷിബു പുല്ലാങ്കളം, ഡോക്ടർ എമിത മാർട്ടിൻ പാലത്തിങ്കൽ, ഡോക്ടർ ട്രീസ ഷിബു പുല്ലാങ്കളം എന്നിവരെ ആദരിച്ചു. ആനിമേറ്റർ സിസ്റ്റർ ജെസിൻ, മാതൃവേദി പ്രസിഡന്റ് ജെൻസി അമ്പാട്ട്, ഭാരവാഹികളായ ജോസ് കടന്തോട്, സിസി അമ്പാട്ട്, ഡിസ്നി പുളിമൂട്ടിൽ, ബിന്ദു പൊട്ടുകളം എന്നിവർ സംസാരിച്ചു. മാന്നാർ മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും മോർത്ത് യൂലിത്തിയമ്മയുടെയും തിരുനാൾ ആഘോഷത്തിന് കൊടികയറി. ഫാദർ ഗീവർഗീസ് സാമുവൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സാത്താനെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിന്റെ അടയാളമാകുന്നു. മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ. സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയിലെ വിപുലമായ പെരുന്നാൾ ആഘോഷം 14, 15 തീയതികളിൽ നടക്കും. 14-ന് 4:30 സന്ധ്യാനമസ്കാരം, 5:30 ഭക്തി നിർഭരമായ റാസ, 15-ന് രാവിലെ 7-ന് പ്രഭാത നമസ്കാരം, 8-ന് വിശുദ്ധ കുർബാന എന്നിവയാണ് പ്രധാന തിരുനാൾ ചടങ്ങുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.